കണ്ണൂർ തളിപ്പറമ്പിൽ മോഷ്ടിച്ച ബൈക്കിലെത്തി കാറുമായി യുവാവ് കടന്നു. വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ടിരുന്ന കാറാണ് മോഷ്ടിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. മുഹമ്മദ് റഹീസ് കണ്ണൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, ഒരു വെറൈറ്റി കളറിനാണ് മോഷ്ടിച്ച ബൈക്കിലെത്തുക, എന്നിട്ടും മറ്റൊരു കാറുമായി കടക്കുക. ഈ കാറൊക്കെ എങ്ങനെയാണ് ഈ തുറന്ന് ഈ മോഷ്ടിച്ചു കൊണ്ടുപോയത്? അതിന്റെ വിശദാംശങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? ഇത് ആരാണ് എന്നെ സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ ലഭിച്ചോ റഹീസ്? പ്രജിൻ, അതിൽ മറ്റൊരു വെറൈറ്റി കൂടിയുണ്ട്. കാരണം അദ്ദേഹം ഒരു മോഷ്ടിച്ച ബൈക്കിലാണ് ഇവിടേക്ക് എത്തിയത് എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ അതിനു മുൻപും അദ്ദേഹം ഈ ബൈക്ക് മോഷ്ടിക്കാൻ എത്തിയത് അദ്ദേഹം നേരത്തെ മോഷ്ടിച്ച ഒരു ബൈക്കിലായിരുന്നു. അപ്പോൾ 2 ബൈക്ക് മോഷണം ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ 2 ബൈക്കും 2 സ്ഥലങ്ങളിലായി ഉപേക്ഷിച്ചു. അതിന് പിന്നാലെയാണ് ഈ കാർ മോഷണം നടത്തിയത്. ഈ പിലാത്തറയിൽ വെച്ചിട്ടായിരുന്നു ഇത്തരത്തിലൊരു മോഷണം അദ്ദേഹം നടത്തിയത്. കാർ ഷോറൂമിലേക്ക് വരുന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് പൂട്ട് തുറന്ന് ഈ ഷോറൂമിനുള്ളിലേക്ക് കയറുന്നു. അതായത് ബുധനാഴ്ച പുലർച്ചെ 2:40 ഈ സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ പിലാത്തറ ചുമടുതാങ്ങിയിലെ കാർ വാഷ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ സ്ഥാപനത്തിലെത്തുന്നു. അകത്തേക്ക് കയറി കീ എടുക്കുന്നു. ആ ബൈക്ക്, അതായത് മോഷ്ടിച്ചു കൊണ്ടുവന്ന ബുള്ളറ്റ് ബൈക്ക് അവിടെ തന്നെ വെച്ചിട്ട് പിന്നീട് ഇദ്ദേഹം കാറിൽ കളയുകയായിരുന്നു. എന്തായാലും CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പെയിന്റിങ്ങിനായിട്ട് ഇവിടെ ഉടമ കൊണ്ടെത്തിച്ച KL 39P8902 ചുവപ്പ് മാരുതി സ്വിഫ്റ്റ് കാറാണ് ഇദ്ദേഹം മോഷ്ടിച്ചുകൊണ്ട് പോയത്. പോലീസിന് 2 ദിവസമായിട്ടും കള്ളനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പ്രജിൻ, ശരി. മുഹമ്മദ് റഹീസാണ് കണ്ണൂരിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.